ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിക്ക് സൈഡ് ഡിഷ് ആയിട്ട് കൂട്ടാൻ പറ്റിയ ക്യാപ്സിക്കം തക്കാളിയൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ വലിയ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ എടുത്തു വെച്ച ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ക്യാപ്സിക്കത്തിന്റെ കൂടെ തന്നെ ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ സവാളയും ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയും ക്യാപ്സിക്കം ഒന്ന് വാടി വന്നാൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും സവാളയും ക്യാപ്സിക്കവും വാടി കിട്ടും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. സവാളയും ക്യാപ്സിക്കവും എല്ലാം വാടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ചീനച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പെരുംജീരകമാണ്, വലിയ ജീരകം. അതും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം മൂത്ത് വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കണം. 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സവാളയൊന്ന് വാടി വരണം. അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 3 വലിയ അല്ലി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം എല്ലാം മാറി മൂത്ത് വരുമ്പോൾ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം. നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു കിട്ടും. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ മൂടി തുറന്നിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി ഉടയാതെയാണ് കിടക്കുന്നതെങ്കിൽ തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനധികം എരിവില്ല. അതുകൊണ്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറി വരുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം മാറി പൊടികളെല്ലാം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് പുളിയുള്ള തൈരാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. തൈര് ചേർത്ത് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഇപ്പോൾ തൈര് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ചീനച്ചട്ടിയിലോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ക്യാപ്സിക്കവും സവാളയും വഴറ്റിയെടുത്ത നേരത്ത് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ഗ്രേവിയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗ്രേവി തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ക്യാപ്സിക്കവും സവാളയും ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 6-7 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിത് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് 7-8 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ മൂടി തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ചപ്പാത്തിയുടെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്